ഇന്നത്തെ വീഡിയോ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനെ കുറിച്ചാണ്. നമുക്കറിയാം, വിചിത്രമായ കഥകളാണ്, സത്യങ്ങളാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്. അതായത് സ്വന്തം ജനതയെ സ്വന്തം പട്ടാളം ദാരുണമായി വധിക്കുന്നു. അതും പാകിസ്ഥാൻ്റെ ഉള്ളിൽ, പുറത്തുനിന്നുമല്ല. കാരണം ഇത് അവർ അർഹിക്കുന്നതാണ്. ഭീകരവാദത്തിന് വേണ്ടി ഇവർ പലരെയും, വിദ്യാഭ്യാസമില്ലാത്ത, ലോകത്തെക്കുറിച്ച് അറിയാത്തവരെ ഭീകരവാദികളാക്കാൻ വേണ്ടി അവരെ വേണ്ട രീതിയിൽ മിസ്ഗൈഡ് ചെയ്ത് അവരെ വളർത്തി അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം ചെയ്യാനും ഇന്ത്യക്കാരെ കൊന്നെടുക്കാനും വേണ്ടി മാത്രം ട്രെയിനിങ് കൊടുത്ത ഒരു കൂട്ടരാണ് പാകിസ്ഥാൻ്റെ ഭരണപക്ഷവും പട്ടാളവും. ഇപ്പോൾ അതേ തീവ്രവാദികൾ തന്നെ പാകിസ്ഥാന് എതിരായി മാറിക്കഴിഞ്ഞു. സ്വന്തം ജനതയെ കൊല്ലുന്നു, മാസ്കുകൾ തീവയ്ക്കുന്നു, ചാവേറുകൾ അഴിഞ്ഞാടുന്നു. ഒരു കൺട്രോളുമില്ലാത്ത രീതിയിൽ പാകിസ്ഥാൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര കലാപം അതിലും കൂടുതൽ നടക്കുന്നു. അവിടെ ഭരണപക്ഷത്തിനോ പട്ടാളത്തിനോ ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരിതിൽ എത്തിക്കഴിഞ്ഞു. മുൻകാലങ്ങളിൽ ഇവർ ഈ തീവ്രവാദികളോട് പറഞ്ഞത്, നിങ്ങളൊരു ഇന്ത്യക്കാരനെ കൊന്നാൽ നിങ്ങൾ നേരെ അള്ളാഹുവിൻ്റെ അടുത്തു, നിങ്ങൾക്ക് കിട്ടുന്ന സ്വർഗമാണ്. അങ്ങനെ പാവം പിടിച്ച ഈ മുസ്ലിംസുകളെ മിസ്ഗൈഡ് ചെയ്ത് അവരെ തീവ്രവാദികളാക്കി മാറ്റി. ഇപ്പോൾ അതേ തീവ്രവാദികൾ തിരിഞ്ഞ് അവരെ വളർത്തിയവർക്കെതിരായിട്ട് മാറിക്കഴിഞ്ഞു. ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ. ഇത് ലോക നീതിയാണ്. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അതുതന്നെയാണ് ഇന്നിപ്പോൾ പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വളരെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായ ഒരു കൂട്ടരാണ്. അവിടെ ഏത് ഭരണം വന്നാലും അവർ ജമ്മു കാശ്മീർ അവരുടേതാണ്, അത് നമ്മുടെ സഹോദരങ്ങളാണ്, അത് നമ്മുടെ രാജ്യത്തോട് ചേർക്കണമെന്നുള്ള ഫാസ്റ്റ് ഗൈഡൻസ് കൊടുത്ത് ഭരണപക്ഷത്തിൽ കയറിയവരാണ്. ഒപ്പം ഏത് പട്ടാള മേധാവിയായിരുന്നാലും അവനും അതിർത്തിയിൽ പോയി കുറച്ച് ബഹളം ഒച്ചപ്പാടും കാണിക്കണം, അത് നമ്മുടെ സ്ഥലം നമ്മൾ പിടിക്കണം. ഇപ്പോൾ ഈ അസീം മുനീർ പറഞ്ഞതുപോലെ. പക്ഷേ മൊത്തത്തിൽ സംഭവിച്ചത് എല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം, അവിടുത്തെ അസീം മുനീർ എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്ത് പിടിച്ച ഒരു ഭരണാധിപനാണ്. മതത്തിൻ്റെ പേരിൽ അവൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. മനുഷ്യനെ കൊല്ലുക, അതിർത്തിയിൽ ഭീകരവാദം വർദ്ധിപ്പിക്കുക, ഇന്ത്യയെക്കുറിച്ച് എപ്പോഴും മോശമായി സംസാരിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു വലിയൊരു ബുദ്ധിജീവി ഉണ്ടായിരുന്നു, ഒരു വിദ്യാഭ്യാസമുള്ള പേര് മുഹമ്മദ് ജിന്ന. വലിയൊരു ആഗ്രഹമായിരുന്നു മുസ്ലിം രാഷ്ട്രമുണ്ടാക്കുന്നത്. സ്വാതന്ത്ര്യം അവർക്ക് കിട്ടണം. അങ്ങനെ ഒരു പേര്, പാകിസ്ഥാനുള്ളൊരു പേരും കൊടുത്ത് ആ രാജ്യത്തിന് രാജ്യശില്പിയായിട്ട് അദ്ദേഹം മാറി. അവസാനം എന്ത് പറ്റി? അയാളുടെ കയ്യിലൊന്നും നിന്നില്ല. ഈ ജിന്ന വളരെ സൂത്രശാലിയും വിദ്യാഭ്യാസമുള്ളതും വളരെ ആക്റ്റീവുമായിരുന്നു. പക്ഷേ ആ ജിന്ന ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ആ രാജ്യം അനുഭവിക്കുന്നത്. അതായത് അവർക്ക് മുസ്ലിം രാജ്യം വേണമെന്ന് പറഞ്ഞു, മുസ്ലിം രാജ്യമാക്കി, അയാൾ അതിൻ്റെ രാഷ്ട്രപിതാവായി ഒക്കെയായി. പക്ഷേ ആ ജിന്ന രൂപം കൊടുത്ത ആ രാജ്യം ഈ ഗതിയിലാകുമെന്ന് ഈ മുഹമ്മദ് ജിന്ന കരുതിയിരുന്നില്ല. അവർ അതായതിനു ശേഷം ഒത്തിരി ഹിന്ദുക്കളെയും ഒത്തിരി ബുദ്ധമതക്കാരെയൊക്കെ അവർ കൊന്നൊടുക്കി, യാതൊരു ദാക്ഷിണ്യമില്ലാതെ. വളരെ മോശമായി, അതിദാരുണമായി.
പലരും അവിടുന്ന് പാലായനം ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഒരു മോശമായ ഒരു ചരിത്രം അതിൻ്റെ പിന്നിലുണ്ട്. എനിക്ക് പ്രധാനമായി പറയാനുള്ളത്, ഇന്ത്യൻസായ നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കണം. ഇവിടെയുണ്ട് ചില സംഘിക്കൂട്ടങ്ങൾ, അവിടെ ഇവിടെ കയറി ബഹളം കാണിക്കുക, ആൾക്കാർ എന്തെങ്കിലും കാണുന്നത് തല്ലിക്കൊല്ലുക. അതിന് ചില ഭരണാധികാരികളുടെ മൗനസമ്മതവുമുണ്ട്. അത് വലിയ ന്യൂസോ കാര്യമായിട്ടൊന്നും വരുന്നില്ല. അവർക്കെന്തോ ഒരു പ്രത്യേക രാഷ്ട്രമുണ്ടാക്കണം, അതാണ് അവരുടെ അജണ്ട. സുഹൃത്തുക്കളെ, ഏത് രാജ്യം എന്തുണ്ടാക്കിയാലും ധർമ്മവും സത്യവും നീതിയുമാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മുടെ ഇന്ത്യയുടെ മുഖമുദ്ര. നമ്മൾ അതിന് ഊന്നൽ കൊടുത്ത കാരണം കൊണ്ടാണ് ഇന്ന് ഇന്ത്യ ഇത്രയും വളർന്നത്. അല്ലാതെ ഇന്നോ 5, 10, 15 വർഷം കൊണ്ട് വളർന്ന ഇന്ത്യയല്ല. വർഷങ്ങളോളമുള്ള ദീർഘവീക്ഷണത്തിൻ്റെ ഫലവും നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ലക്ഷ്യബോധങ്ങളും ഒക്കെ ഉൾക്കൊണ്ട കാരണം കൊണ്ട് മാത്രമാണ് നാം ഇത്രയും പുരോഗതി നമ്മൾ കൈവരിച്ചത്. ഇവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ജൂസ് എന്നോ ബുദ്ധനെന്നോ ഉള്ള ഒരു വ്യത്യാസം നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ചിലവർ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എന്തോ ഒരു രാഷ്ട്രം അവർക്ക് രൂപീകരിക്കണം, അതുകൊണ്ട് എല്ലാവരും ഒന്നുകൂടെ ഒന്ന് ശരിയാക്കണം, തെറ്റായ ധാരണകളാണ്. അങ്ങനെയൊന്നും ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല. ചിലവർ അവിടെ ഇവിടേക്ക് പ്രസംഗിച്ച് കിടക്കുന്ന കാണാം. ഇവിടെ ഒരു ബുദ്ധനും, അതായത് ഒരു ശിവനും ഒരു രാമനും ഇങ്ങനെ രക്തച്ചൊരിച്ചിൽ നടക്കണം, നമ്മുടെ രാജ്യമായിരിക്കണം എന്നൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ഓരോരുത്തരും അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി തട്ടിക്കൂട്ട് പരിപാടികളായിട്ട് നടക്കണം. അവർക്ക് എന്തെങ്കിലും ഭരണാധിപന്മാർ അത് നിലനിർത്തണമെങ്കിൽ അവർക്ക് പല ഗിമിക്സും ഒക്കെ കാണിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ ഇന്ത്യൻസ് നമ്മളൊന്ന് ആലോചിക്കണം. നമുക്ക് സമാധാനമായി ജീവിക്കണം, സത്യസന്ധമായി ജീവിക്കണം. നമ്മളാരുമായി ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളോട് ആരെങ്കിലും മുട്ടാൻ വന്നാൽ നമ്മൾ അവരെ ഫ്രീ ആയിട്ട് വിടാനും പാടില്ല. മാക്സിമം നഖശികം നമ്മൾ എതിർക്കണം. നമ്മുടെ രാജ്യത്തെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇവിടെ മതങ്ങൾക്കോ ജാതികൾക്കോ ഒരു വ്യത്യാസമില്ലാത്ത രീതിയിലായിരിക്കണം നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ഒരിക്കലും പാകിസ്ഥാൻ്റെ ഗതി നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ. തീർച്ചയായിട്ടും. കാര്യം നമ്മൾ ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ സത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ അഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, ഹിംസയെ നമ്മൾ വെറുക്കുന്നവരാണ്. സോ എല്ലാവരും ഇതൊന്ന് ഓർമ്മ വെച്ചാലും നമുക്കിവിടെ ജാതി മതം ഇതൊന്നുമില്ല. നമുക്കെല്ലാം ഒരു മനുഷ്യരായി സഹോദരങ്ങളായി ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര പുരോഗതി ആർജിച്ചത്. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാലും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.